ആ ജനന സമയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന രംഗുണ്ടാവും കൂടി ഒന്ന് കണ്ടോളി. ധാരാളം സജ്ജനങ്ങൾക്ക് അവർ സൽക്കാരം നൽകും. 12 സുബ്ഹിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം സുബ്ഹിയോട് അടുത്ത സമയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സുബ്ഹിക്ക് നേരെ തൊട്ട് മുമ്പാണോ അല്ല സുബ്ഹി ആയ ഉടനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ട്. അതേ അസഹായ അഭിപ്രായം അനുസരിച്ച് സുബ്ഹി ആയ ഉടനെയാണ്. ചില പണ്ഡിതന്മാർ സുബ്ഹിക്ക് തൊട്ട് മുമ്പാണെന്ന് പറഞ്ഞു വരും. അതിലും ഒരു വസ്വാസ് പണ്ഡിതന്മാര് പറയുന്നത് പ്രബലമായ അഭിപ്രായം അത് സുബ്ഹിക്ക് ഉടനെയാണ് എന്നൊക്കെ ആക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പറയാനേ ഇവിടെ ചെങ്ങായി പേരോട് വിശ്വാസം ഉണ്ടാക്കിയതല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മുഹമ്മദ് ബാക്കവി മുണ്ടമ്പറമ്പുണ്ടല്ലോ, വഫാത്തായി പോയി. അല്ലാഹുതആല മൂപ്പരെ ദറജ ഉയർത്തട്ടെ. ആ ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ മനസ്സിലാക്കിയത്? ഞാൻ ആരാ ബാക്കവി എന്നുള്ളത്? എല്ലാ ഫന്നിലും ഭയങ്കര പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്ന് എന്റെ കാട്ടുകള്ളൻ സമത് പറയുന്നുണ്ട്. ബാക്കവിന്റെ ക്ലിപ്പ് ഞാൻ കൽപ്പിച്ചുതരാ. പേരോട് ഉസ്താദ് പറയണ വർഷങ്ങൾക്ക് മുമ്പ് അതിവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ. അതിനപ്പുറം പേരോട് ഉസ്താദ് ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇനി പ്രബലം ഏതാന്ന് ബാക്കവി പറഞ്ഞു കേട്ടോ. എന്താ മനസ്സിലാക്കി? കേരളത്തിലെ തവളന്മാര് പേരോട് ഉസ്താദിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നടക്കുക. വേറെ വിവരം നടത്തില്ല. പേരോട് ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞാല് ഉസ്താദിനെ മോശമാക്കണല്ലോ. ഇതൊക്കെ മുമ്പ് ഞാൻ കൽപ്പിച്ചാണ്. മുമ്പ് ഒക്കെ പറഞ്ഞപ്പം കഴിഞ്ഞല്ലോ. പേരോട് ഉസ്താദ് പറഞ്ഞ കഴിഞ്ഞ വർഷമാണ്. ഇനിയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബാക്കവി. എന്താ വെച്ചാൽ കാണാഞ്ഞ്? ബാക്കവി വസ്വാസം ഉണ്ടാക്കിയതാണെന്ന് പറയോ? ഒന്ന് പറയടാ. ബാക്കവി സമൂഹത്തിൽ വസ്വാസം ഉണ്ടാക്കിയതാണ്. ഏറ്റവും പ്രബലം പണ്ഡിതന്മാർ രണ്ട് വീക്ഷണുണ്ട്. പ്രബലം പകലാന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ബാക്കവി പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണൂല. എന്നിട്ട് ഇങ്ങനെ ഈ പേരോട് ഉസ്താദിനുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാടുകളെ പറ്റിക്കുക. അതൊക്കെ എൻ്റെ കുഞ്ഞാടുകളെ മുമ്പിൽ മതി കേട്ടോ. ബാക്കവിന്റെ ക്ലിപ്പ് ഇനി ബാക്കവി ആരാന്നുള്ളത് ഞാൻ സമതിനെ കൊണ്ട് വർപ്പിച്ചിരും. അതുപോലെ അതൊക്കെ എൻ്റെ അടുക്കളയിൽ മതി കേട്ടോ. നമ്മുടെ ഇമാമികളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പ്രത്യേകം എടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, അന്നഹു ഉലിദ നഹാറൻ, പകലിലാണ് ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ജന്മം. ഇത് തന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിമിന്റെയും മറ്റും ഹദീസ് അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഹദീസും മറ്റും ഈ കാര്യം വെളിവാക്കി പറയുന്നുണ്ട്. ബുഐദൽ ഫജ്രി, സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അവിടുത്തെ ജന്മം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു വസ്തുത. ഇസ്ലാമിക നിയമപ്രകാരം, നമ്മുടെ ശറഅ് പ്രകാരം രാത്രി എന്ന് പറഞ്ഞാൽ സുബൈ ബാങ്കിന്റെ മുമ്പ് എന്നും പകല് എന്നാൽ സുബൈ ബാങ്കിന്റെ ശേഷവും എന്നാണ് അർത്ഥം. അല്ലാതെ സൂര്യോദയം അല്ല ഇവിടെ ഉദ്ദേശം. ഇസ്ലാമിന്റെ വിപക്ഷ പ്രകാരം പകല് എന്ന് പറഞ്ഞാൽ സുബൈന്റെ ശേഷം, അല്ലാതെ സൂര്യോദയത്തിന്റെ ശേഷം എന്നല്ല. ഇങ്ങനെ വരുമ്പോൾ ശറഈ വീക്ഷണ പ്രകാരം സുബൈന്റെ ശേഷമാകുമ്പോൾ അതിന് പകലിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ രാത്രിയാണ് നബിയുടെ തിരുജന്മം എന്നങ്ങ് നിരുപാധികം ചിലർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ നിന്നൊക്കെ ചില വരികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അറാദ ബിൽ ലൈലി മാ ഖബല തുലൂഇ ശംസി, സൂര്യോദയത്തിന്റെ മുമ്പ് എന്ന അർത്ഥപ്രകാരം ഉദ്ദേശപ്രകാരം പറഞ്ഞതാവാം അവർ. അതായത് സുബൈന്റെ ശേഷമാണ് ജന്മം എന്ന് അവർ പോലും സമ്മതിച്ചിട്ടുണ്ടാവാം. പിന്നെയും രാത്രി എന്ന് പറഞ്ഞതോ അത് സൂര്യോദയത്തിന്റെ മുമ്പ് എന്ന ഉദ്ദേശപ്രകാരം പറഞ്ഞതാവാം. ഔ അറാദ മജാസൽ മുജാവറത്തി, ബഹുമാനപ്പെട്ട കിതാബ് പറഞ്ഞല്ലോ, മുജാവറത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള അലാഖത്ത് വരുമ്പോൾ അലാഖത്തുൽ മുജാവറ കൊണ്ടുള്ള മജാസ് ഉദ്ദേശിച്ചതാവാം. ഏതായാലും ജന്മം പകലിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളുടെ അൽ ഖസീദത്തുൽ മുഹമ്മദിയ എന്ന അൽ ഹംസിയ, ലോകപ്രശസ്തമായ ഖസീദത്തുൽ ഹംസിയയുടെ വ്യാഖ്യാനം അൽ മിനഹുൽ മക്കിയ പേജ് 114 അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ വോളിയം 1 ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബർസഞ്ചി തങ്ങളുടെ അൽ കൗകബുൽ അൻവറിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമഹുല്ലാഹ് തങ്ങളുടെ അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിന്റെ ശറഹിൽ അഷ്റഫുൽ വസായിൽ ബിശർഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിലും അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പേജ് 38 ഈ വസ്തുത വിവരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജന്മം നടന്നത് പകലിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ മുസ്നദ് 2506 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇത്നൈനി വസ്തുംബിഅ യൗമൽ ഇത്നൈനി വഖറജ മിൻ മക്കത ഇലൽ മദീനതി യൗമൽ ഇത്നൈനി ഇതൊക്കെയും തിങ്കളാഴ്ച പകലിലാണ് എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. തിങ്കളാഴ്ചയാണെന്ന് കാണാം. ഇതേ സംഭവം അല്ലാമ അൽ ഹാഫിദ് ഇബ്നു അസാകിർ തന്റെ താരീഖ് ദിമഷ്ക് 2-ാം വാള്യം 33-ാമത്തെ പേജിലും ഉദ്ധരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദ് പറഞ്ഞല്ലോ. മങ്കൂസ് മൗലിദിന്റെ 2-ാമത്തെ ഹദീസിൽ റബീഉൽ അവ്വലിന്റെ 12-ാമത്തെ രാവിലാണ് ബഹുമാനപ്പെട്ട ബീബി ആമിന റളിയല്ലാഹു അൻഹാക്ക് പ്രസവവേദന തുടങ്ങുന്നത്. പക്ഷേ വലദത്ത് സ്വബീഹതഹാ നബിയ തഖലീം, പ്രഭാതത്തിലാണ് അഥവാ സുബൈന്റെ ശേഷം എന്നുള്ളതിൽ ആയിരായ പദമാണിത്. വലദത്ത് സ്വബീഹതഹാ നബിയ തഖലീം, ഇരു സമുദായത്തിന്റെയും ഇരു സംഘത്തിന്റെയും അഥവാ ജിന്നി ഇൻസുകളുടെ പ്രവാചകരായ മുത്തനബിയുടെ തിരുജന്മം നടക്കുന്നത് സ്വബീഹതഹാ പ്രഭാതത്തിലാണ്, അതായത് സുബൈ ബാങ്കിന്റെ ശേഷമാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ ശറഈ വീക്ഷണ പ്രകാരം സുബൈന്റെ ശേഷം എന്ന അർത്ഥത്തിലാണ് പകൽ എന്ന് പറയുന്നത്. അപ്പോൾ സുബൈന്റെ ശേഷം പകലിലാണ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ തിരുപ്പിറവി എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങളടക്കമുള്ളവർ പ്രബലമാക്കുന്നത്. അത് തന്നെയാണ് ശരിയായ വസ്തുതയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുത്തനബിയെയും അവർ ജനിച്ച റബീഉൽ അവ്വലിനെയും 12-നെയും തിങ്കളാഴ്ചയെയും സമയത്തെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണ്ടതുപോലെ അവരെ മഹബത്ത് വെക്കുകയും മദ്ഹ് ചെയ്യുകയും അനുധാവനം ചെയ്യുകയും ഇത്തിബാഉം ഇഖ്തിദാഉം മഹബത്തും ഒക്കെയുള്ള നല്ല സ്വാധീനങ്ങളിൽ നമ്മയും നമ്മുടെ ശിഷ്യഗണങ്ങളെയും നമ്മുടെ പൊന്നു മക്കളെയും ഒക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാട്ടുകള്ളൻ നൗഷാദെ കേട്ടോ.
ഇതാരാ പറയണേ? മുഹമ്മദ് വാക്കവി ഉണ്ടമ്പറമ്പ് പേരോട് ഉസ്താദ് പറഞ്ഞതിന്റെ അപ്പുറം. ഇതെന്താടാ അജി കാണാഞ്ഞ്? ഇജെന്താ ഇത് ക്ലിപ്പിടാത്തേ? അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം വിശ്വാസം ഉണ്ടാക്കിയത് വാക്കവിയാണ്ടേ? മറുപടി പറയടോ. ഇതല്ല, ഞങ്ങൾ ഈ കെ വിഭാഗം സമസ്തയെ ഞങ്ങൾ 100% അംഗീകരിക്കുന്നു. ആ ഷംസുല്ലമിന്റെ വഴിയില് ആ ഈ കെ വിഭാഗം സമസ്തയില് വലിയ പണ്ഡിതനായിട്ട്, കർമ്മശാസ്ത്ര പണ്ഡിതനായിട്ട് അറിയപ്പെട്ട ആളാ മുഹമ്മദ് വാക്കവി മുണ്ടമ്പറമ്പ്. ചില്ലറക്കാരനല്ല, നല്ല ഇൽമുള്ള ആളായിരുന്നു. എല്ലാ ഫന്നിലും ഭയങ്കര പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്ന് സമത് പറഞ്ഞ കേട്ടോളി. ആ വാക്കവിയാണ് പറഞ്ഞത്, പേരോട് പറയില്ല അപ്പുറം. പകലിൽ തന്നെയാണെന്ന് തീർച്ച. തറപ്പിച്ചു മറണ്ടേ. പേരോട് ഉസ്താദ് 2 കൗലുണ്ട് എന്നാ പറഞ്ഞേ. ഉസ്താദ് എത്രത്തോളം പറഞ്ഞു? നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സുബൈന്റെ മുമ്പാണ് എന്നൊരു കൗലുണ്ട്. ശേഷം ഒന്നും പറഞ്ഞവരുണ്ട്. 2 വീക്ഷണം അവിടെ ഉണ്ട്. ബാക്കവി അത് പറയുന്നുണ്ട്. പക്ഷെ ബാക്കവി മുഴത്തമതാക്കുണ്ട്. പകലാ കേട്ടോക്ക്, യൂട്യൂബിലാക്കുന്ന പ്രസംഗം. ഈ സമത് പറഞ്ഞേട്ടോളി ബാക്കവിനെ പറ്റി. എന്നിട്ട് ഓങ്ങനെ പേരോട് സ്ഥാനം ചോദ്യം ചെയ്യാൻ നടക്കുക. അതൊക്കെ എൻ്റെ അടുക്കളയിൽ മതി എന്ന് ഞാനാ പറഞ്ഞേ കേട്ടോ. എൻ്റെ കുഞ്ഞാടുകളെ മുമ്പിൽ ഇങ്ങനെ ഓല പറ്റിച്ച ഞങ്ങളെ മുമ്പിൽ അത് നടക്കൂല. അല്ലെങ്കിൽ ഈ ക്ലിപ്പിട്ട് പറയടാ, ബാക്കവി ഇവിടെ വസുവാസം ഉണ്ടാക്കിയ ആദ്യ ആള് ബാക്കവിയാണ് എന്ന് പ്രസംഗിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ വിവരം കിട്ടറിയും. ഈ ക്ലിപ്പിട്ട് നാട് നീളെ കൊണ്ടുവരുന്ന പ്രസംഗിക്ക് പേരോട് സ്ഥാനം ക്ലിപ്പ് കൊണ്ടെടുക്കണായി ഞാൻ വെല്ലുവിളിക്കുകയാണ്. എനിക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങളെ കൂട്ടത്തിലുള്ള ആർക്കും ധൈര്യം ഉണ്ടോ? പിന്നെ ഇതിൽ പ്രത്യേകം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഇതിലൊക്കെ നമ്മളെ സഹകരിച്ച് ഇങ്ങനത്തെ പല വിഷയത്തിനും. പിന്നെ മുഹമ്മദ് വാക്കവി ഉസ്താദ് മുണ്ടമ്പറമ്പ് ഇവിടെ അടുത്ത് മരണപ്പെട്ടു. മൂപ്പര് നമ്മുടെ സാവിയയിൽ ഷെയ്ഖുനാനെ കാണാനൊക്കെ വന്നിരുന്നു. എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞതാ, എനിക്ക് അവരെ കാണണം, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് മൂപ്പര വണ്ടി പോന്നിരുന്നു. എല്ലാ ഫന്നിലും നല്ല കഴിവുള്ള ആളായിരുന്നു. ഈ മൗലിദ് കിതാബ് നമ്മളെ എഴുതിയത് മൂപ്പര് 2-3 ദിവസമൊക്കെ അവിടെ വെച്ചിരുന്ന് പിന്നെ കൂടെ ഇരുന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പലതും നല്ല. അങ്ങനെ അത് നമ്മൾ ചെയ്യണമല്ലോ. കേട്ടില്ലേ? കാട്ടുകള്ളൻ സമത് വരണ്ടേ. എല്ലാ ഫന്നിലും നല്ല വിവരമുള്ള ആളായിരുന്നു മുഹമ്മദ് വാക്കവി മുണ്ടമ്പറമ്പ് ഉസ്താദ്. ആ വാക്കവിയ പറഞ്ഞേ, പേരോട് ഉസ്താദ് പറഞ്ഞ അപ്പുറം. കാട്ടുകള്ളൻ സമത് എഴുതിയ കിതാബൊക്കെ മൂപ്പര് പരിശോധിക്കലുണ്ട്, മൂപ്പരെ കൊണ്ട് നോക്കിച്ചലുണ്ട്, പരിശോധിപ്പിക്കലുണ്ട്. അപ്പം അത്രത്തോളം മാത്രം വേണം. അപ്പം അത്രത്തോളം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമത് വരെ ആദരിക്കുന്ന ആളാണ് ആര്? വാക്കവി. ആ വാക്കവിയ പറഞ്ഞേ റസൂലുള്ളാഹിയുടെ ജന്മം പകലിലാണ്. പേരോട് പറഞ്ഞില്ല. പേരോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. 2 കൗലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് വിശ്വാസം ഉണ്ടാക്കണ അപ്പുറല്ലടോ ഇത്. എന്ത് പറയാണ്ട് തള്ളുവോ? ഒന്ന് പറയടാ. നിങ്ങൾ ക്ലിപ്പിട്ട് കണ്ട് വാക്കവിന്റെ ക്ലിപ്പിട്ടിട്ട് നാട് നീളെന്ന് പറയേ. അത് നമുക്ക് കാണ്ടില്ലേ. അങ്ങനെ എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പേരോട് സ്ഥാനം എങ്ങനെയെങ്കിലും മോശമാക്കണേ പറഞ്ഞിക്കാണ്ടേ. അവൻ്റെ വിചാരപ്പം വേറെ ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും ആരും കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ല. പേരോട് സ്ഥാനം വരുമ്പോൾ നമ്മളാണ്ട് വിളിച്ചു എന്ന് വിചാരിച്ചിരിക്കുക പോനെ. അതൊക്കെ എൻ്റെ കുഞ്ഞാടുകളെ മുമ്പിൽ അടക്കമുള്ളൂ. പേരോട് സ്ഥാനം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വാക്കവി ഇത് പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ എത്ര ഉലമ ഇവിടെ കഴിഞ്ഞു പോയി, എത്ര ആലിമ്യങ്ങൾ സമസ്തയിലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ വാക്കവിക്കെതിരിൽ? അത് വിശ്വാസം ഉണ്ടാക്കലാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞോ? ആ 2 വീക്ഷണം ഉണ്ട്. ഒരു വീക്ഷണം പറഞ്ഞു, അത്ര മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്നിട്ട് ഇപ്പം വലിയ സംഭവമായിട്ട് എല്ലായിടത്തും കൊണ്ടുവന്നിട്ട് പേരോട് റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിൽ വരെ വിശ്വാസം ഉണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ട് ആർത്തട്ടേസ് നടക്കുക. പടുജായിരുന്നല്ലാതാ എന്തെങ്കിലും ഒരു വിവരം വേണ്ടേ? സാധാരണക്കാരെ വിവരം പോലും ആ പൂത്തിനില്ല. ആ ക്ലിപ്പൊക്കെ കൊണ്ടെടുക്കുമ്പോൾ ആലോചിച്ചൂടെ? അങ്ങനെ 2 വീക്ഷണം ഉണ്ട്. അതിലൊരു വീക്ഷണ ഇക്കാരം ഇതിവിടെ ആരെങ്കിലും മുമ്പ് പറഞ്ഞിക്കണമെന്നും കൂടി നോക്കണ്ട. ആ പോത്ത് അതും നോക്കണില്ല. ആ പോത്ത് അതും ഒരു വിവരമില്ലാന്ന്. പോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേചാറാണ്ട. പോത്ത് ഇന്നിപ്പോ കുഞ്ഞാമ്പ് സ്ഥിരം പറഞ്ഞല്ലേ സമതൊക്കെ നമ്മളാ ശൈലി എടുത്തു എന്നുള്ളൂ. ഇങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ടും പറയണ്ടേ?